നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് പോലീസ് കോടതിയെ സമീപിക്കും. പിതൃമാതാവ് സൽമ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. കേസിൽ 14 ദിവസത്തെ റിമാൻഡിലാണ് പ്രതി അഫാൻ. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പിതാവ് അബ്ദുൾ റഹീമും അതുപോലെ തന്നെ പ്രതി അഫാനും നൽകുന്ന മൊഴികളിൽ പൊരുത്തക്കേടുണ്ട്. ഇതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, കടക്കെണി കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകങ്ങൾ താൻ നടത്തിയത് എന്ന് അഫാൻ പറയുമ്പോഴും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. എന്തായാലും ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ട് നൽകാനുള്ള അപേക്ഷ നൽകും. റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുക എന്നൊരു നീക്കം അന്വേഷണ സംഘത്തിനുണ്ട്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിൽ വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം. തെളിവെടുപ്പ് നടത്തുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആളിക്കത്താനുള്ള സാഹചര്യം ഒക്കെ നിലവിലുണ്ട്. കാരണം നാട്ടുകാരൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ തെളിവെടുപ്പിന് ഈ 3 ഇടങ്ങളിൽ എത്തിക്കുമ്പോഴും കനത്ത സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. കഴിഞ്ഞ 7 ദിവസമായി ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ പെൺ സുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ അഫാൻ എലിവിഷൻ കഴിച്ചിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച തന്നെ അഫാനെ ജയിലിലേക്ക് മാറ്റാനായിരുന്നു നേരത്തെ അന്വേഷണ സംഘം വിചാരിച്ചത്. പക്ഷേ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് ഇത്തരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രതി നേരിട്ടു. ഇതേ തുടർന്ന് അന്ന് മാറ്റാൻ സാധിച്ചില്ല. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. പിന്നാലെ ഇയാളെ ജയിലിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച 2 മണിയോടെ ജയിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തി. ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടപടികൾ പൂർത്തിയാക്കി. 3 ഇടങ്ങളിലായാണ് അഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവയിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ആ ഒരു നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും ഒരു നാട് മുക്തമായിട്ടില്ല. ഉമ്മയുൾപ്പെടെയുള്ളവരെ കൊല്ലാൻ പദ്ധതിയിട്ടുവെങ്കിലും ഉമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. അനിയൻ, മാത്രമല്ല മുത്തശ്ശി, ബന്ധുവിന്റെ ഭാര്യ, കാമുകി എന്നിവരെയാണ് അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇയാള് ഈ ക്രൂര കൊലപാതകങ്ങൾക്ക് ശേഷം ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. താൻ എലിവിഷൻ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് 7 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലൊന്നും പോലീസിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ജയിലിലേക്ക് മാറ്റിയത്. നിർണായകമായ പല വിവരങ്ങളും പ്രതിയിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അഫാന്റെ മാതാവ് ഷെമീന ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ നൽകിയ മൊഴികളിലും നിർണായകമായ ചില കാര്യങ്ങളുണ്ട്. അതായത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എഴുതി വെച്ചിരുന്ന ഒരു ഡയറി വീട്ടിലുണ്ട് എന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡയറി അതൊരു തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ ഡയറി പോലീസിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡയറിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇത്രയും കടമുണ്ട്, അതായത് 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും കടമുണ്ട് എന്ന് വിദേശത്തായിരുന്ന പിതാവിന് അബ്ദുൾ റഹീമിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരുടെയും ഈ ഒരു ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മൊഴിയിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേട് ഉള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. അതേസമയം ദിവസവും 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ട വിധത്തിൽ കടക്കിണിയിലായിരുന്നു അഫാൻ എന്നാണ് കണ്ടെത്തൽ. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിലേറെയും. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കല്ലറയിലെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നുണ്ട്. കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ പിതാവും അഫാനും 2 മൊഴികളാണ് പറയുന്നത്. അതിലും ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ പോലീസ് ഇന്ന് നൽകും, ഉടൻ തന്നെ നൽകും. മാത്രമല്ല, ഇയാളുടെ മനോനിലയും പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.